ഇനി അടുത്തായിട്ട് നമുക്ക് ഡൈസ് ഇൻവെസ്റ്റിന്റെ മൂന്ന് യുണീക്സ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് എന്ത് വ്യത്യസ്തതയാണ് മറ്റ് ഓർഗനൈസേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡയസ് ഇൻവെസ്റ്റിനുള്ളത്. ഡയസ് ഇൻവെസ്റ്റിന്റെ ഫസ്റ്റ് യുണീക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷത്തിന് മേലെയുള്ള ട്രാക്ക് റെക്കോർഡാണ്. 17 വർഷത്തിന് മേലെ ട്രാക്ക് റെക്കോർഡ്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഈ 17 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കണമെങ്കിൽ എത്ര വർഷം പിടിക്കും? 17 വർഷം പിടിക്കും. അപ്പൊ നമ്മളുടെ ട്രാക്ക് റെക്കോർഡ് അപ്പൊ എത്രയായിട്ടുണ്ടാവും? 34 അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷത്തെ പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്. 2007 മുതൽ 2024 വരെ, അതായത് 17 വർഷത്തെ പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഇതുവരെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, 2007 നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 AUM ആയിരുന്നു. നമ്പർ ഓഫ് മില്യനേഴ്സ് 0 ആയിരുന്നു. ശരിയല്ലേ? 2017 ആയപ്പോഴേക്കും നമ്മളുടെ AUM 8 കോടി AUM ആയിരുന്നു. ആ സമയത്ത് നമ്പർ ഓഫ് മില്യനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആയിരുന്നു. 2022 ആയപ്പോൾ നമ്മളുടെ AUM 130 കോടിയായിരുന്നു. ആ സമയത്ത് നമ്പർ ഓഫ് മില്യനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആയിരുന്നു. ഇപ്പോൾ 2024 വീണ്ടും ഒരു 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ നമ്മളുടെ AUM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 370 കോടി രൂപയാണ്. നമ്പർ ഓഫ് മില്യനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്യനേഴ്സാണ്. അതായത് ഇപ്പൊ നിലവിൽ കഴിഞ്ഞ 17 വർഷത്തിനിടെ 1000 മില്യനെയർ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നിലവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് പ്രൂവൺ ആയിട്ടുള്ള, ഇത് ഒറ്റയടിക്ക് അങ്ങനെ ഒരു വർഷം വന്ന് ഇത് ഏത് സംഭവമല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോ ചെയ്ത ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ ഈ ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് അത് വേറെ ആർക്കും അത്ര പെട്ടെന്ന് ഗെയിൻ ചെയ്യണം. കാരണം ഡയസ് ഇൻവെസ്റ്റിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകമാണ് ഈ പറഞ്ഞ സംഭവം. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഫിനാൻഷ്യൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ, ആ ഒരു സംഭവം, നമ്മളെക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള പല ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. എന്നാൽ മോസ്റ്റ് ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ എന്നുള്ളൊരു സാധനം ഇന്ന് കേരളത്തിലുള്ള ഡയസ് ഇൻവെസ്റ്റിനാണ്. എങ്ങനെ മോസ്റ്റ് ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ റിവ്യൂസ്. നമ്മളെ സംബന്ധിച്ച് വേറെ കേരളത്തിൽ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു 1400-ലധികം ആളുകൾ നമ്മളുടെ കമ്പനിയെ ഗൂഗിളിൽ റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ 4.9 റേറ്റിംഗ് ആണ് നമ്മളെ സംബന്ധിച്ച് ഔട്ട് ഓഫ് 5 ഉള്ളത്. ഇപ്പൊ 100 പേര് റേറ്റിംഗ് എടുത്തിട്ട് വേണമെങ്കിൽ 5 നേടാൻ എളുപ്പമാണ്. പക്ഷെ ഇത് 1400 പേര് ഗൂഗിളിൽ റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമന്റുകൾ വായിച്ചു നോക്കിയാൽ അറിയാം ഡയസ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള വേറെ ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സംഭവം. അതായത് ഡയസ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനെ മറ്റ് ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സെൻട്രിക്. നമ്മൾ കസ്റ്റമേഴ്സിനാണ് ഏറ്റവും പ്രാധാന്യം. അതായത് ക്ലയന്റ് സെൻട്രിക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ഈ കസ്റ്റമറിന് ഈ പ്രൊഡക്റ്റ് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റുകൾ ലഭിക്കും എന്നത് കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. കസ്റ്റമറുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രൊഡക്റ്റ് എത്രത്തോളം സഹായിക്കും, ആ പ്രൊഡക്റ്റ് സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങൾ, ഒന്നാമത്തെ എന്തൊട്ടാണ്? പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്, 17 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. രണ്ടാമത് എന്തുട്ടാ? നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ ആണ് ഡയസ് ഇൻവെസ്റ്റ്. മൂന്നാമതായിട്ട് ക്ലയന്റ് സെൻട്രിക് അപ്രോച്ച്. അപ്പൊ ഈ 3 യൂണിക്സ് ആണ് ഇപ്പൊ ഡയസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് ഉള്ളത്. അടുത്തത് ഡയസ് ഇൻവെസ്റ്റിന്റെ പ്രൂവൺ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു 6 സ്റ്റേജിലൂടെ
6 സ്റ്റേജിലൂടെയാണ് കസ്റ്റമർ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറെ ആക്ടിവിറ്റീസ് നമ്മൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എൻക്വയറി ജനറേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ, റെഫറൻസ് അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ പല മാസത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 100 ക്ലയന്റോളം ഓൺ ആൻ ആവറേജ് നമുക്ക് മന്ത് ഓൺ മന്ത് പുതുതായിട്ട് നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 30 to 40, ഒരു 30-40 വരെ വരുന്നത് നമുക്ക് വരുന്ന എൻക്വയറീസ് ആണ്. ബാക്കി വരുന്നത് റെഫറൽ ക്ലയന്റ് ആണ്. അതായത് ഇപ്പോൾ വരുന്ന എൻക്വയറീസിനേക്കാൾ കൂടുതൽ നിലവിൽ നമ്മളെ സർവീസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് റെഫർ ചെയ്ത് തരുന്ന കസ്റ്റമേഴ്സ് ആണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരെ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് ഇപ്പൊ ഡൈസ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഒരു ക്ലയന്റിന് ഉണ്ടാകേണ്ട 5 പ്രധാനപ്പെട്ട ക്വാളിറ്റികളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓൺ ബോർഡിംഗ് പ്രോസസ്സാണ്. അപ്പൊ ഇവരുടെ ഡോക്യുമെന്റേഷൻ, KYC, NSE, VSE ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ ഇത് ചെയ്യുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇനി നാലാമതായിട്ട് വരുന്നത് ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ ആണ്. ഇവരുടെ പർച്ചേസ് ഓർഡർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഇതിനു മുമ്പ് ഗോൾഡ് പ്ലാനിങ്, റിസ്ക് പ്രൊഫൈലും അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം വരും. പിന്നെ അഞ്ചാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മളെ മൊബൈൽ ആപ്പ് ഈ പറഞ്ഞ രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഇവരുടെ ഗോൾസിലേക്ക് ഇവരുടെ ഫണ്ട്സ് എല്ലാം അലോക്കേഷൻ ചെയ്ത് കൊടുക്കുക, ഈ പറഞ്ഞ പ്രോസസ് എല്ലാം വരും. ആറാമതായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓൺ ഗോയിങ് സർവീസ് റിവ്യൂസ്, അതായത് ഇയർ ഓൺ ഇയർ കസ്റ്റമറെ പോർട്ട്ഫോളിയോ അവരുടെ ഗോൾസ് ഒക്കെ റിവ്യൂ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇവരുടെ ഗോളുകൾ ചേഞ്ച് ചെയ്യാം, ഗോളുകൾ മാറാം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എൻ്റെ മോനെ ഇപ്പൊ ഇന്ത്യയിൽ പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യയിലല്ല പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത് വെച്ചായിരിക്കും പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് വെച്ച് തന്നെ ഈ കൊച്ചിനെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഗോളുകൾ ചേഞ്ച് ആകാം. പിന്നെ ഈ ഗോളുകളിലേക്ക് അലൈൻ ചെയ്യുന്ന രീതിയിലാണോ ഇവർ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്, ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് അവരെ ഫ്യൂച്ചറിൽ ഇയർ ഓൺ ഇയർ സർവീസ് ചെയ്യുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഈ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗം. ഇനി അപ്പൊ നമ്മളെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമ്മളെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ് എന്ന് മനസ്സിലായി, ശരിയല്ലേ? ഈ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ്? ഗ്ലോബൽ മലയാളി, എക്സ്പെഷ്യലി ഗൾഫ് മലയാളി. അതിൽ തന്നെ മിനിമം 1 കോടി മുതൽ 100 കോടി വരെ വെൽത്ത് എന്ന് 2035 ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ എന്താ, ഇപ്പൊ ഡൈസ് ഇൻവെസ്റ്റിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന 3 യുണിക്സ് അത് നമ്മൾ മനസ്സിലാക്കി. അതെന്തെല്ലാമാണ്? ഒന്ന്, പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്, 17 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഇപ്പൊ നിലവിൽ നമ്മളെ 1000-ലധികം മില്യനേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് മോസ്റ്റ് ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈസ് ഇൻവെസ്റ്റ് ആണ്. ഏകദേശം 1400-ലധികം ആളുകൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ റേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് ക്ലയന്റ് സെൻട്രിക് അപ്രോച്ച്. അപ്പൊ ഈ 3 യൂണിറ്റ്സ് ആണ് ഡൈസ് ഇൻവെസ്റ്റിലുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി പ്രൂവൺ പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇത് റീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം അതിന്റെ ക്വാളിഫിക്കേഷൻ, പിന്നെ ഓൺ ബോർഡിംഗ്, ട്രാൻസാക്ഷൻ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ ആപ്പ് സർവീസ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിവ്യൂ, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൽ തന്നെ നമുക്ക് പറയാവുന്ന 4ാമത്തെ പോയിന്റ് ആണ് അവർ ഗ്യാരണ്ടി. എന്തുറപ്പാണ് ഡൈസ് ഇൻവെസ്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1% ഉറപ്പ് കൊടുക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല. അത് സെബിയുടെ ഗൈഡ് ലൈൻസിൽ ഇത്ര ശതമാനം റിട്ടേൺ, അങ്ങനത്തെ ഒരു സംഭവം ഉറപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം നമുക്ക് ഉറപ്പ് കൊടുക്കാം, എന്റെ സ്വന്തം പണം നിക്ഷേപിക്കാൻ സാധിക്കാത്ത ഒരു നിക്ഷേപവും നിങ്ങൾക്ക് തരില്ല. അതായത് നമ്മൾ ഓരോരുത്തരും പണം നിക്ഷേപിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള നിക്ഷേപം മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കൂ. ഇത് നമ്മളുടെ ഉറപ്പാണ്. എന്റെ സ്വന്തം പണം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്, അതായത് നമ്മളിലേക്ക് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ആ കസ്റ്റമറുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് ഇത്ര നോളജ് എല്ലാം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ഫണ്ടിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ ഫണ്ടുകൾ മാത്രമേ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയുള്ളൂ. ഈ ഉറപ്പാണ് നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്.